സാറേ, ഇന്ത്യൻ രഹസ്യങ്ങൾ ഒരു ചാരസുന്ദരി പാകിസ്ഥാന് വിറ്റു. ഇപ്പൊ കേൾക്കുന്നൊരു വാർത്തയാണ്. സാറിന് ശ്രദ്ധപ്പെട്ടിരുന്നു? അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരൊരു ഈ വ്ളോഗറാണ്, ട്രാവൽ വ്ളോഗർ. ഓരോ സ്ഥലത്ത് യാത്ര ചെയ്യുക, അതിൻ്റെ വിവരങ്ങളൊക്കെ പങ്കിടുക, യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒക്കെ പറഞ്ഞ് കാശുണ്ടാക്കുക. ആ പരിപാടിയാണ്. പാകിസ്ഥാനിലേക്ക് അവർ 3 തവണ പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷനിൽ നിന്ന് കുറച്ച് നയതന്ത്ര പ്രതിനിധികളെ പുറത്താക്കിയിരുന്നല്ലോ. അതെ. ആ പുറത്താക്കിയ കൂട്ടത്തിൽ എഹ്സാൻ ഉർ റഹീം, ഡാനിഷ് എന്നും അയാളെ വിളിക്കും, എഹ്സാൻ ഉർ റഹീം, അയാളുമായിട്ട് അതിര് കവിഞ്ഞ ഒരു ബന്ധം ഈ സ്ത്രീക്ക്, ജ്യോതി മൽഹോത്ര എന്നാണ് ഈ വ്ളോഗറുടെ പേര്, ഇവർക്കുള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് കുഴപ്പം പിടിച്ചിരിക്കുന്നത്. അയാളാണ് പാകിസ്ഥാനിലെ ഏജൻറ്റുമാരെയൊക്കെ ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആകെ 6 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ 6 പേരിൽ പലർക്കും ഈ പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥൻ എഹ്സാനുമായിട്ട് ബന്ധമുണ്ട്. പലർക്കും പണം വിതരണം ചെയ്യാൻ ഇതിലൊരാളെ അയാളെ ഏൽപ്പിച്ചതായിട്ടും. ഈ 3 പേര് ഈ സ്ത്രീകളാണ്. ഇതിൻ്റെ അകത്ത് 2 പേര് വിധവകളുമാണ്. ജ്യോതി മൽഹോത്ര അങ്ങനെയല്ല. അപ്പോൾ ഒരു 6 പേരടങ്ങുന്ന ഒരു ശൃംഖലയെ തന്നെയാണ് അന്വേഷകർ പൊളിച്ചിരിക്കുന്നത്. പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിരുന്ന ഇന്ത്യക്കാർ, അതിൽ പ്രധാനപ്പെട്ട ആളാണ് ഈ ജ്യോതി മൽഹോത്ര. അപ്പോൾ ഹരിയാനക്കാരിയാണ് ഇവർ. ട്രാവൽ വ്ളോഗർ. യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ ഇവർക്ക് ധാരാളം ഫോളോവേഴ്സ് ഉണ്ട്. ട്രാവൽ വിത്ത് ജോ എന്നാണ് യൂട്യൂബിൽ. ട്രാവൽ വിത്ത് ജോ, ജ്യോതി മൽഹോത്രയുടെ ജോ. അതിൽ 3,77,000 ഫോളോവേഴ്സ് ഇവർക്കുണ്ട്. ഇൻസ്റ്റയിൽ ട്രാവൽ വിത്ത് ജോ 1 എന്നാണ് ഇവരുടെ അക്കൗണ്ട്. അതിൽ 1,32,000 ഫോളോവേഴ്സ് ഉണ്ട്. ഇൻസ്റ്റ രണ്ടിലും കൂടി ഒരു 5 ലക്ഷം, 1,32,000, 3,75,000 ഉണ്ട്. 5 ലക്ഷം അല്ലേ ആളുകളുണ്ട്. എന്നിട്ട് ഇതിൽ ഇവർ വിവരണമായിട്ട് ഇവരുടെ പറഞ്ഞിരിക്കുന്നത് നൊമാഡിക് ലിയോ ഗേൾ, ഇങ്ങനെ നാടോടിയായിട്ടുള്ള യുവതി, വാണ്ടറർ ഹരിയാൻവി, നാടോടിയായിട്ടുള്ള ഹരിയാനക്കാരി, പഞ്ചാബി മോഡേൺ ഗേൾ വിത്ത് ഓൾഡ് ഐഡിയാസ്, പഴയ ആശയങ്ങളുമായി നടക്കുന്ന ആധുനിക പഞ്ചാബി യുവതി എന്നൊക്കെയാണ് ഇവരുടെ വിവരണങ്ങൾ കിടക്കുന്നത്. അവർ ഇന്തോനേഷ്യയിൽ പോയിട്ടുണ്ട്, ചൈനയിൽ പോയിട്ടുണ്ട്. പാകിസ്ഥാനെ പറ്റിയാണ് ഈ വ്ളോഗുകളിൽ വീഡിയോകൾ കൂടുതലും പാകിസ്ഥാനെ പറ്റിയിട്ടാണ്. പാകിസ്ഥാനെ പറ്റി പോസിറ്റീവായിട്ടുള്ള വീഡിയോകളാണ് ഇവരുടേത്. ലാഹോറിൽ 2 മാസം മുമ്പ് ഇവർ പോയിരുന്നു. അതിൻ്റെ വീഡിയോകളാണ് ഏറ്റവും ഒടുവിൽ ഇവരുടെ വ്ളോഗിലുള്ളത്. അതും പാകിസ്ഥാന് അനുകൂലമായ കാര്യങ്ങളാണ്. പാകിസ്ഥാൻ ഏജൻറ്റുമാരാണ് ഇവരെ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ട്. അവരാണ് റെക്കോർഡ് ചെയ്തത് ഈ വീഡിയോകൾ. പാകിസ്ഥാൻ ഏജൻറ്റുമാർ ഇവരെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇവരെ വെച്ചിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ്റെ പ്രൊപ്പഗൻഡയ്ക്ക് വേണ്ടി, പ്രചാരണത്തിന് വേണ്ടി ജ്യോതി മൽഹോത്രയെ പാകിസ്ഥാൻ ഉപയോഗിക്കുകയായിരുന്നു. അതാണ് വിവരം. അട്ടാരി വാഗ, പഞ്ചാബിലെ അട്ടാരി വാഗ അതിർത്തി, അത് കടന്നിട്ടാണ് അവർ പോയിരിക്കുന്നത്. ലഹോറിലെ അനാർക്കലി ബസാറിൽ ബസ് യാത്ര നടത്തിയതായിട്ട് കാണാം വീഡിയോകളിൽ. പിന്നെ വലിയ ഹിന്ദു ക്ഷേത്രം കട്ടാസ് രാജിനെ പറ്റി വീഡിയോയിൽ പറയുന്നുണ്ട്. പാകിസ്ഥാനിലെ ഹിന്ദു ക്ഷേത്രം. ഉറുദുവിലൊരു അടിക്കുറിപ്പുണ്ട്, ഇഷ്ക് ലഹോർ എന്ന് പറഞ്ഞിട്ട് അല്ലേ, ലഹോറിനോട് സ്നേഹം. പിന്നെ ഭക്ഷണത്തിനെ പറ്റിയുണ്ട്. പിന്നെ 2 സംസ്കാരങ്ങളെയും താരതമ്യപ്പെടുത്തി ഇവർ സംസാരിക്കുന്നുണ്ട്. ഇവർ കഴിഞ്ഞ കൊല്ലം കശ്മീരിൽ പോയിരുന്നതായിട്ട് വീഡിയോകളിൽ കാണാം. ധാൽ ലേക്കിൽ ഷിക്കാര റൈഡ് നടത്തുന്നത് കാണാം. ശ്രീനഗർ ബാനിഹാൽ ട്രെയിനിൽ സഞ്ചരിക്കുന്നത് കാണാം. പഹൽഗാം
ഏറ്റവും ഒടുവിൽ അവർ പഹൽഗാം പോയ വീഡിയോകളും കാണാം. ആദ്യം പാകിസ്ഥാനിൽ ഇവർ പോയത്, ജ്യോതി മൽഹോത്ര പോയത് 2023. അത് കമ്മീഷൻ ഏജന്റുമാരാണ് വിസ അവർക്കുണ്ടാക്കി കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഈ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലുണ്ടായിരുന്ന ഓഫീസർ എഹ്സാനുർ റഹീം ഇവരുമായിട്ട് വളരെ അടുത്ത ബന്ധമായിരുന്നു എന്നുള്ളത് ഒരുപാട് ഈ പരസ്പരമുള്ള ആശയവിനിമയങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പാകിസ്ഥാനിലെ ചാരന്മാർക്ക് ഈ എഹ്സാനാണ് ഇവരെ പരിചയപ്പെടുത്തി കൊടുത്തത്. ഈ മാസം ആദ്യമാണ് എഹ്സാനെ ഇന്ത്യ പുറത്താക്കിയത്, ഡൽഹിയിൽ നിന്ന് പുറത്താക്കിയത്. ഈ വാട്സാപ്പ്, ടെലഗ്രാം, പിന്നെ സ്നാപ്ചാറ്റ് ഈ തുടങ്ങിയ വിനിമയോപാധികൾ വഴിയാണ് ഇവർ ചാരന്മാരെ ബന്ധപ്പെടുത്തുന്നത്. ടെലഗ്രാം ഉപയോഗിക്കണമെന്ന് എക്സാം ഇവരെ ഉപദേശിച്ചു കൊണ്ടിരുന്നു. പിന്നെ ഇവര് വ്യാജ പേരുകളിലാണ് ഈ ചാരന്മാരെയൊക്കെ ഇതിൽ സേവ് ചെയ്തിരിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു ചാരനെ ജാട്ട് രൺധാവ എന്നുള്ള പേരിലാണ് സേവ് ചെയ്തിരിക്കുന്നത്. 3 തവണ ഇവര് പാകിസ്ഥാനിലേക്ക് പോയിട്ടുണ്ട്. ഇന്ത്യൻ ലൊക്കേഷനുകളെ പറ്റി, ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളെ പറ്റിയിട്ടുള്ള വിവരം അങ്ങോട്ട് കൈമാറുക, അതാണ് ചെയ്തിരിക്കുന്നത്. ഒരു ചാരനുമായിട്ട് ഇവര് ബാലിയിലും ഇന്തോനേഷ്യയിലും യാത്ര ചെയ്തതായിട്ട് തെളിവ് കിട്ടിയിട്ടുണ്ട്. ഇത് വായിച്ചിടത്തോളം ഇത് എഹ്സാനുർ റഹീമിൻ്റെ കൂടെ തന്നെയാണ് യാത്ര ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഹരിയാനയിലും പഞ്ചാബിലും പടർന്നു കിടക്കുന്ന ഒരു ചാര ശൃംഖലയെ ആണിപ്പോൾ തകർത്തിരിക്കുന്നത്. അതിൽ 6 പേരുണ്ടായിരുന്നു ഇവരുൾപ്പെടെ. 32 വയസ്സുള്ള ഒരു വിധവ ഗൊസാല എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീയെ പിടികൂടിയിട്ടുണ്ട്. ഇവരും ആ എഹ്സാനുമായിട്ട് ബന്ധം പുലർത്തിയിരുന്നവരാണ്, ഈ ഗൊസാല. അപ്പോൾ വാട്സാപ്പിൽ നിന്ന് ടെലഗ്രാമിലേക്ക് മാറാൻ ഈ ഗൊസാലയെ എഹ്സാൻ പ്രേരിപ്പിച്ചിരുന്നു. വിവാഹ വാഗ്ദാനം ഇവർക്ക് കൊടുത്തിരുന്നു എഹ്സാൻ. അത് വ്യാജ വാഗ്ദാനമായിരുന്നു, പല സ്ത്രീകൾക്കും അയാൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെ അവർ തമ്മിൽ വലിയ പ്രണയത്തിലുമൊക്കെ അകപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. മാർച്ച് 7-ാം തീയതി അവർക്ക് 10,000 രൂപ ഫോൺ പേയിൽ എഹ്സാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഗൊസാലയ്ക്ക്. മാർച്ച് 23-ാം തീയതി 20,000 രൂപ ഗൂഗിൾ പേയിൽ അയച്ചിട്ടുണ്ട്. പിന്നെ 10,000 രൂപ അവർ പലർക്കും വിതരണം ചെയ്തിട്ടുണ്ട്, പല ചാരന്മാർക്കും. ഇവിടുത്തെ 1,800 രൂപ, 899 രൂപ, 699 രൂപ, 3,000 രൂപ. ചെറുകിട ചാരന്മാരാണെന്ന് തോന്നുന്നു. ഇങ്ങനെ തുകകൾ വിതരണം ചെയ്തിട്ടുണ്ട്. വേറൊരു വിധവ ഈ എഹ്സാൻ്റെ വലയിലുണ്ട്, ബാനു നസ്രീന, അവരെയും പിടിച്ചിട്ടുണ്ട്. പിന്നെ യാമീൻ മുഹമ്മദ്, അങ്ങനൊരു സ്ത്രീ. പിന്നെ ദേവീന്ദർ സിംഗ് ദില്ലൻ, വിദ്യാർത്ഥിയാണ്, അയാളുടെ വലയത്തിൽ. പിന്നെ ആർമാൻ, ഈ ആർമാൻ എന്ന് പറഞ്ഞ ആൾ ഡിഫൻസ് എക്സ്പോയിൽ ഇന്ത്യയുടെ ഒക്കെ പോയി വിവരങ്ങളൊക്കെ പാകിസ്ഥാന് കൊടുത്തതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഈ പഞ്ചാബി ഈ സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ, ഇവർ മുഴുവൻ പഞ്ചാബിൽ മലർകോട്ടിയ എന്ന് പറഞ്ഞ പ്രദേശത്ത് നിന്നുള്ളവരാണ്. അപ്പോൾ ഒരു സ്ത്രീയെ കിട്ടുക, ഒരു സ്ത്രീ വേറൊരാളെ പരിചയപ്പെടുത്തുക, അങ്ങനെ വന്നതായിരിക്കണം ഈ മലർകോട്ടിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ചാരപ്രവർത്തനം നടത്തിയിട്ട് ഇപ്പോൾ ഇങ്ങനെ ഇന്ത്യയെ ചൂഷണം ചെയ്യുക, അങ്ങനെ കുറേ പേര് വരുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊക്കെ ഇപ്പോൾ എത്രയോ കാലമായിട്ട് പാകിസ്ഥാൻ്റെ ഒരു മലയാളി അതിൻ്റെ ഇടയ്ക്ക് പിടിച്ചിരുന്നു. അതെ, അതാണ് ചോദിച്ചത്. അപ്പോൾ ഇവർക്കൊക്കെ എത്രയോ കാലമായിട്ട് ഇത്തരത്തിലുള്ള ഫണ്ടുകൾ വരുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതുമല്ലോ, നമ്മുടെ ഈ ഷിപ്പ് യാർഡിൽ നിന്നൊരാളെ, കണ്ണൂർക്കാരനെ ഇടയ്ക്ക് പിടിക്കുകയൊക്കെ ചെയ്തിരുന്നില്ലേ? അതെ, NIA അന്വേഷണം നടത്തിയിട്ട് ഇവിടുത്തെ കപ്പൽശാലകളുടെയൊക്കെ ചിത്രമൊക്കെ എടുത്തൊക്കെ പാകിസ്ഥാനിലേക്ക് അയച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ പരിപാടി. അപ്പോൾ പാകിസ്ഥാൻ്റെതായ രീതിയിലുള്ള ചാരവലയങ്ങൾ ചില സമയത്ത് ചൈനക്കാരെ ഒക്കെ, ചൈനീസ് വനിതകളെയൊക്കെ അടുത്ത കാലത്ത് നുഴഞ്ഞു കയറിയ ചില
വനിതകളൊക്കെ പിടിച്ചിരുന്നില്ലേ, അതെ, ശ്രീനഗറിലും രാജസ്ഥാനിലും ഒക്കെ. അതൊക്കെ ഈ ഒരു ഉദ്ദേശത്തോടു കൂടി അവർ ട്രെയിൻ ചെയ്ത് വിടുന്നതായിരിക്കാം അല്ലേ? അതെ അതെ, കാരണം ഓരോ സ്ഥലത്തിൻ്റെയും വിവരങ്ങൾ ടൂറിസ്റ്റുകളാണെന്നുള്ള വ്യാജേന ഒക്കെ വന്നിട്ട് വിവരങ്ങളൊക്കെ കൊടുക്കുക, ചിത്രങ്ങളൊക്കെ എടുത്തു കൊടുക്കുക. ഇപ്പം ജ്യോതി മൽഹോത്ര ആണെങ്കിൽ പഹൽഗാം അല്ലേ, അവിടെയും പോയിട്ടുണ്ട്. പഹൽഗാമിൻ്റെ ഉപഗ്രഹ ചിത്രങ്ങൾ ഫെബ്രുവരിയിൽ 12 പാകിസ്ഥാൻ വാങ്ങിച്ചതായിട്ട് മാക്സ് ടെക്നോളജീസിൽ നിന്ന് വാങ്ങിച്ചതായിട്ടുള്ള വിവരമൊക്കെ അല്ലേ. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളുടെയൊക്കെ ചിത്രങ്ങളൊക്കെ എടുത്തു കൊടുക്കാനായിട്ട് ഇത്തരം ആളുകളൊക്കെ ഉപയോഗിക്കും. പിന്നെ സ്ത്രീകളാവുമ്പോൾ അധികം സംശയിക്കില്ല. ലോകത്തിനെ തന്നെ പിടിച്ചു കുലുക്കിയ ഒരു ചാരസുന്ദരി പണ്ടുണ്ടല്ലോ, മാതാ ഹാരി എന്ന് പറഞ്ഞിട്ട്. അവർക്കും ശ്രീലങ്ക ബന്ധോ ഇന്ത്യൻ ബന്ധോ ഒക്കെ ആരോപിക്കുന്നുണ്ടായിരുന്നു. അവരെ പറ്റി സിനിമയും ഒക്കെ വന്നിട്ടുണ്ട്. 2 ഭാഗത്തുമൊക്കെ ചാരപ്രവർത്തനമൊക്കെ നടത്തുന്നതായിട്ടും ഡബിൾ ഏജന്റ് ഒക്കെ ആയിട്ട് പ്രവർത്തിച്ചതൊക്കെ ആയിട്ട്. പിന്നെ ബ്രിട്ടനെ പിടിച്ചു കുലുക്കിയ ഒരു ഇന്ത്യൻ ചാരസുന്ദരിയുടെ കഥയും ഒക്കെ ഒരു 90കളിലും ഒക്കെ വന്നിരുന്നു. ഒരുപാട് ദിവസം അവരുടെ കഥകളും ഒക്കെ നമ്മുടെ പത്രങ്ങളിലും ഒക്കെ ആഘോഷിച്ചിരുന്നു, ഗംഭീരമായിട്ട് ആഘോഷിച്ചിരുന്നു. അവരെ പറ്റി ഞാൻ ധാരാളം അക്കാലത്ത് എഴുതിയതും ഓർക്കുന്നുണ്ട്. ഏതാണ്ട് ഈ പഞ്ചാബ് പ്രദേശത്ത് നിന്നുമൊക്കെയുള്ള ഒരു സ്ത്രീ ആയിരുന്നു. ഇവരും അത്യാവശ്യം ഇതുപോലെ ഈ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ തന്നെ ചാരപ്രവർത്തനത്തിന് ഒരാളെ വയ്ക്കുക, അയാൾ ഇവിടെ ഒരു ചാരശൃംഖല ഉണ്ടാക്കുക. ഇതാണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.